ഹേമ വിളിക്കുന്നു. ഹലോ ഹേമേ. ചേച്ചി, ഒരു മാസമായി ഞാൻ തുണി വണ്ണം കുറയ്ക്കാൻ തന്നിട്ട് എന്ത് ചെയ്ത്? എന്നും കാലത്ത് ഞാൻ സ്റ്റേഡിയത്തിൽ ഓടാൻ വിടുപടി. വണ്ണം കുറയട്ടെ, ഞാൻ അങ്ങ് തരാം. ഈയടി തമാശ പറയല്ലേ, എനിക്ക് മാറിയിടാൻ വേറെ തുണിയില്ല. മാറിയിടാൻ തുണിയില്ലെങ്കിൽ നീ മറഞ്ഞിരിക്കും. എന്റെ പൊന്നു ഹേമേ, ഭർത്താവായിട്ട് ഞാൻ കട തുറന്നില്ല. നാളെ കട തുറന്നിട്ട് ഞാൻ അങ്ങ് തയ്ച്ചു തരാം. വെക്ക, ഞാൻ ഇപ്പൊ ഇച്ചിരി തിരക്കില്ല. ശരി. ഓ, ഈ വന്ന കാലത്ത് ആരാന്നേ തുണിയൊക്കെ തയ്ച്ചിട്ടിടുന്നത്? എല്ലാരും അങ്ങ് റെഡിമേഡാ. പക്ഷെ റെഡിമേഡ് മേടിച്ചാൽ നമ്മുടെ അറിവ് കൊണ്ടുവരും. കൈയുടെ നീളം ഒന്ന് കുറയ്ക്കണേ, കാലിന്റെ നീളം വെച്ചിട്ട് ഒന്ന് കൂട്ടണേ, ഷേപ്പ് ഒന്ന് അടിക്കണേ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പൈസ ചോദിക്കുമ്പോ ഓരോ നിന്റെ മുഖത്തിന്റെ ഷേപ്പ് ഒന്ന് കാണണം. സുമേച്ചി, നിങ്ങൾ എന്താ പരിപാടിയായി കാണിച്ചേ? നീ കണ്ടില്ലായിരുന്നോടാ? ഒന്നുകൂടെ കാണിക്കാം. ഹലോ കലാമണ്ഡലം തയ്യൽക്കാരി, നിങ്ങളുടെ പുളിച്ച രസം കാണിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ എന്താ ഇന്ന് തയ്യൽക്കട തുറങ്ങാഞ്ഞത്? വെളുപ്പം കാലത്ത് ഞാൻ നിങ്ങളുടെ കടയുടെ തിണ്ണെ വന്ന് കിടക്കുക. വെളുപ്പക്കാലത്തെ വന്നിട്ട് കടയുടെ തിണ്ണെ കിടക്ക. നീ എന്താ ദിനപത്രം? എന്താ ചേച്ചി തയ്യൽക്കട തുറക്കാൻ? പ്രകാശ, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? ഇന്ന് ഹർത്താലാണ്, അതാ കട തുറക്കാഞ്ഞത്. ഹർത്താലാണോ ചേച്ചി? എന്തിന്റെ ഹർത്താലാ ഇത്? എന്തിന്റെ ഹർത്താൽ? അല്ല, എന്തിന്റെ ഹർത്താലാണെന്ന്? അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു കിടുക്ക ഹർത്താൽ നടത്തിയിട്ട് എത്ര നാളായി? അതിനു വേണ്ടിയിട്ടുള്ള ഹർത്താലാ ഇത്.